ഇന്നലെ ഒരു മിനിറ്റ് കൊണ്ട് വന്ന് നമ്മളെ നായിനെ എടുത്തോണ്ട് പോവുകയും ചെയ്ത്. അത് നമ്മള് CCTV സ്ഥാപിച്ചുകൊണ്ടാണ് നമ്മൾ അറിയുന്നത്. അത് ഉരുള് പൊട്ടിയതിന് ശേഷം ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ വാടകയ്ക്ക് താമസിക്കുകയാണ്. അവരെയും പറഞ്ഞിട്ട് കാര്യം. അതെ, അതിന് ശേഷം ഈ വന്യമൃഗത്തിന്റെ ശല്യം കൂടി വരിക. പിന്നെ വന്യമൃഗം പറഞ്ഞാൽ ഇപ്പോൾ പുലിയാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടല്ലേ. ആന ഈ ഭാഗത്തേക്ക് വരുന്നുണ്ടോ? ആന നമ്മളെ ഈ ഭാഗം ഇറക്കായതുകൊണ്ട് ആനയ്ക്ക് ഇറങ്ങി വരാൻ അത്രയ്ക്ക് സുഖമല്ല. അതുകൊണ്ട് ആനേൻ്റെ ശല്യം കുറവാണ്. അതെ. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ മേപ്പാടി ചൂരൽമല പ്രദേശത്താണ്. നമുക്കറിയാം 2 വർഷം മുന്നേ വലിയ ഉരുളുപൊട്ടലും കാര്യങ്ങളൊക്കെ വന്ന് ഈ ഒരു പ്രദേശം ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടിൽ കൂടെ തന്നെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കുറേ ആളുകൾ ഈ പ്രദേശത്തുള്ളവർ മരിച്ചുപോയി. കുറേ ആളുകളുടെ പറമ്പും സ്വത്തുക്കളൊക്കെ ഉരുളുപൊട്ടലിൽ പോയി. പക്ഷേ മറ്റൊരു സൈഡിൽ ബാക്കിയുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് വലിയ പ്രയാസമാണ് ഇവിടെ ഉള്ളത്. പ്രത്യേകിച്ച് വന്യമൃഗ പ്രശ്നം, പുലിയുടെ ആനയുടെ ഒക്കെ ഒരു പ്രശ്നം ആളുകൾ ഇവിടെ കാര്യമായിട്ട് തന്നെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലൊരു വിഷയമാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം ഈ ഒരു പ്രദേശത്ത് ഒരു വീട്ടിലെ പട്ടിയെ പുലി പിടിക്കാനായിട്ട് വന്നു. അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി അതും പ്രകാരം അവിടെ ക്യാമറ കാര്യങ്ങളൊക്കെ വെച്ചു. അങ്ങനെ ക്യാമറ വെച്ചതിന് ശേഷം ആ വീട്ടിൽ വരുന്നത് പുലിയാണെന്നുള്ളത് അവർക്ക് പിന്നീട് വ്യക്തമായി. അങ്ങനെ പുലി പട്ടിയെ പിടിച്ചുകൊണ്ട് പോകുന്ന വിഷ്വലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളേതായാലും ആ വിഷ്വലും നമ്മൾ കാണും. അതോടൊപ്പം തന്നെ ആ വീട്ടിൽ പോയി അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് അവരോട് തന്നെ നേരിട്ടൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. നമ്മളിപ്പോൾ ചൂരൽമല പ്രദേശത്താണുള്ളത്. ഈ ഒരു സ്ഥലം എന്നൊക്കെ പറയുന്നത് ചൂരൽമലയിൽ നിന്ന് വില്ലേജ് റോഡ് എന്ന് പറയും. ഇതിന് തൊട്ട് താഴെ വരെയൊക്കെ ഉരുള് പൊട്ടി വന്ന പ്രദേശങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് അത് ഞാൻ വീഡിയോയുടെ മുന്നോട്ട് പോകുന്ന ഭാഗങ്ങളിലൊക്കെ കാണിച്ചു തരാം. അതായത് ഈ ഒരു വീട്ടിലാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് കേട്ടോ. നമുക്ക് അതായത് ദൃശ്യങ്ങളിൽ തന്നെ കാണുന്ന പോലെ ഈ വീടിൻ്റെ മുൻവശത്താണ് പല പ്രാവശ്യങ്ങളായിട്ട് പുലി വന്നതും പട്ടിയെ പിടിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ അതിൻ്റെ CCTV വിഷ്വലൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ കാണുന്ന CCTVയിൽ നിന്നാണ് നമുക്ക് ഇതിൻ്റെ വിഷ്വലും കാര്യങ്ങളൊക്കെ കിട്ടിയത് കേട്ടോ. ഏതായാലും നമുക്ക് ഈ വീട്ടിലുള്ള ആളുകളോട് തന്നെ ചോദിക്കാം എന്താണ് ഇവിടെ സംഭവിച്ചതെന്നുള്ളത്. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് അമൽ വിജയൻ. ഈ സ്ഥലം എന്ന് പറയുന്നത് ചൂരൽമല ഗോപിമൂല എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. നമ്മൾ 10-30 കൊല്ലം മേലെ ഇവിടെ താമസം തുടങ്ങിയിട്ട്. എന്നാ ഈ സംഭവം ഉണ്ടായത്? മിനിഞ്ഞാന്ന് രാത്രി, അതായത് 8:30 രാത്രി 8:30. 8:30 ആ സമയത്തൊന്നും അങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ലാതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുന്ന ഏരിയയാണ്. പക്ഷെ ഇപ്പോൾ ഇന്നലെ ഒരു മിനിറ്റ് കൊണ്ട് വന്ന് നമ്മളെ നായിനെ എടുത്തോണ്ട് പോവുകയും ചെയ്ത്. അത് നമ്മൾ CCTV സ്ഥാപിച്ചുകൊണ്ടാണ് നമ്മൾ അറിയുന്നത്. ഓൾറെഡി 4 വട്ടം പുലി വന്ന്. ഈ ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ് CCTV വെച്ചത്? അതെ, നമ്മൾ നായ്ക്കളെ ഇടയ്ക്കിടയ്ക്ക് കാണാതാകുക. 2 നായ്ക്കൾ ഏകദേശം ഇതേപോലെ പോയി. അതിന് ശേഷമാണ് നമ്മൾ CCTV സ്ഥാപിച്ചത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാണ് പുലിയാണെന്ന്.
പിന്നെ ഇതേപോലെ 3 മാസം മുന്നേ ഇതേപോലെ ഒരു അറ്റാക്ക് ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ ഫോറസ്റ്റിന് ബന്ധപ്പെട്ട് വീഡിയോ ഒക്കെ കൊടുത്തിരുന്നു. അവർ വന്ന് നോക്കുമ്പോൾ നമ്മൾ പുലിയാണെന്ന് സ്ഥിരീകരിച്ചു. അന്ന് നായ്ക്ക് അത്യാവശ്യം പരിക്കുണ്ടായിരുന്നു. പിന്നെ അവർ വന്ന് കുറച്ച് പടക്കമൊക്കെ പൊട്ടിച്ച് പോയി. പിന്നെ അതിന്റെ ശേഷം ഇപ്പോഴാണ് വരുന്നത്. 3 മാസം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മാസത്തിൽ അതെ അങ്ങനെ വന്നു പോയി. അങ്ങനെ ആകുമ്പോൾ പിന്നെ മിഞ്ഞാന്ന് നമുക്ക് 3 നായുണ്ട് ഇപ്പോൾ ഏകദേശം. വൈറ്റിങ്ങളെ ഒരുമിച്ച് വിടാറില്ല, ഓരോന്നിനും ഓരോ സമയം ഇതിലെ വിടല്. 10 മണി 9 മണി ആകുമ്പോഴത്തേക്ക് ഏകദേശം പൂട്ടിയിടുന്നതാണ്. പക്ഷെ ഇന്നലെ ഒരു 8:30 ചെറിയൊരു മഴയും ഉണ്ടായിരുന്നു. ആ സമയത്ത് പുലി വന്ന് 1 മിനിറ്റ് കൊണ്ട് നമ്മളെ നായിനെ എടുത്തോണ്ട് പോണതാണ് നമ്മൾ കണ്ടത്. അത് CCTV ഉള്ളതുകൊണ്ടാണ് നമ്മൾ കാണാൻ പറ്റിയത്. അതെ, ഈ ക്യാമറയിലാണ് കുടുങ്ങിയത്. അതെ, ഇവിടെ അപ്പോൾ എവിടുന്ന് ഏത് ഭാഗത്ത് അത് വന്നേ? നമ്മൾ ഈ റൂട്ടിൽ നിന്ന് തന്നെ റോട്ടിൽ കൂടെ തന്നെ വന്നല്ലേ? ഈ റോട്ടിൽ കൂടെ തന്നെ കേട്ടോ. ഈ റൂട്ടിൽ കൂടെ തന്നെ വരുന്നു, ഈ റൂട്ടിൽ കൂടെ തന്നെ പോകുന്നു. ഈ റോട്ടിൽ കൂടെ തന്നെയാണ് വന്നേക്കുന്നത്. കഴിഞ്ഞ വട്ടം കൂടെ ഏതാ? ഇതാണ് കൂടെ അവിടെ തന്നെ ഉണ്ട്. കൂടൊന്ന് ഈ കൂട് പൊളിച്ചിട്ടാണോ കൊണ്ടുപോയത്? അല്ല, നമ്മൾ ജസ്റ്റ് നായ്ക്കളെ പുറത്ത് വിടലുണ്ട് വൈകുന്നേരം. പുലി വരുന്നത് കൊണ്ടാണ് നമ്മൾ പിന്നെ ഗില്ലൊക്കെ പിന്നെ ഒന്നുകൂടി ഒന്ന് ചെറുതാക്കിയത്. ഇത്രയെങ്കിലും കൂട്ടി നല്ല പിടിച്ചല്ലേ? അയച്ചു വിട്ട സമയത്ത് സാധാരണ 8:30 നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന സമയത്ത് വരുന്നല്ലേ? നോർമലി 8:30 കൽപ്പറ്റയിൽ ലാസ്റ്റ് ബസ് വരുന്നത്. അനിയത്തിയൊക്കെ ലീവ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ നമ്മളാണ് പോയി കൊണ്ടുവരല്. ചില സമയത്ത് ഓള് ഒറ്റയ്ക്കും വരലുണ്ട്. അങ്ങനെ ഇത് നമ്മളെന്തെങ്കിലും ആക്രമിച്ചാൽ എന്താ ചെയ്യാൻ പറ്റുക? പ്രത്യേകിച്ച് ഇപ്പോൾ ആ ഉരുൾപൊട്ടലിന് ശേഷം ഇവിടെ ഇപ്പോൾ ഒത്തിരി ആൾക്കാർ ഇപ്പോൾ താമസിക്കുന്നുണ്ട് ഇവിടെ. ഇപ്പം ഞങ്ങൾ ഇപ്പോൾ വരുന്ന വഴിക്ക് ഒത്തിരി വീടുകളും കാര്യങ്ങളൊക്കെ കണ്ടു, പക്ഷെ പല ആളുകളെ കാണുന്നില്ല. അതെ, ഉരുള് പൊട്ടിയതിന് ശേഷം ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ വാടകയ്ക്ക് താമസിക്കുകയാണ്. അവരെയും പറഞ്ഞിട്ട് കാര്യം, എല്ലാവരും പുറത്തേക്ക്. അതെ, അതിന് ശേഷം ഈ വന്യമൃഗത്തിന്റെ ശല്യം കൂടി വരിക. ഏറ്റവും കൂടുതൽ പുലിയാണ്. അതെ, നമ്മൾ പിന്നെ കൃഷിയും അങ്ങനെയുള്ള മേഖലയായിട്ടാണ് ജീവിക്കുന്നത്. അപ്പൊ പിന്നെ കൂടുതൽ കാപ്പിത്തോട്ടമൊക്കെ അങ്ങനെ. അതെ, അപ്പൊ പിന്നെ നമുക്ക് അങ്ങനെ പോയി നിന്നാലും ശരിയാവില്ല. പക്ഷെ ഇപ്പോൾ ഈ ഇടയായിട്ടാണ് പുലി അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഉരുൾപൊട്ടലിന് മുന്നേ നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു? ഇല്ല, ഉരുൾപൊട്ടലിന് മുന്നേ ഇവിടെ ആദ്യം അത്യാവശ്യം ആളുകളും വെളിച്ചങ്ങളൊക്കെ കൊണ്ട് വീട്ടിൽ അത്ര ബുദ്ധിമുട്ടുണ്ടായില്ല. ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ശല്യം കൂടി വരും അല്ലേ? അതെ. ഇനിയിപ്പോൾ വിരലിലുണ്ടാകുന്ന വീടുകളെ ഇവിടെ ഉള്ളല്ലേ ആൾക്കാർ? അത്ര ഏകദേശം 10-27 കുടുംബം ഉണ്ടായാലും ഇപ്പോൾ ഒരു 7 കുടുംബങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ളൂ. അതെ. നിങ്ങളുടെ ഈ ഭാഗത്തേക്കൊക്കെ ഇവിടെ വരെയൊക്കെ നമ്മളൊരു 200 മീറ്റർ വരെ ഏറ്റവും വെള്ളം വന്നതായിരുന്നു. പക്ഷെ നമ്മൾ ഈ ഒരു കുന്നായതുകൊണ്ട് നമുക്ക് അത്ര എഫക്റ്റ് ആയിട്ടില്ല. ഈ പുലിയല്ലാതെ മറ്റു വന്യജീവികളെ? പുലിയല്ലാതെ ഇപ്പോൾ പന്നിയുണ്ട്. പന്നി ഓൾമോസ്റ്റ് കുഴപ്പമില്ല, നമ്മൾ വേലിയും കാര്യങ്ങളൊക്കെ ഇട്ട് അത് സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ മ്ലാവാണ് പ്രശ്നം. മ്ലാവല്ലേ? അത് നമ്മൾ വേലി കെട്ടിയിട്ടും കാര്യമില്ല, നമ്മളെക്കാൾ പൊക്കത്തിൽ ചാടി വരും. അത് ഈ ഇതൊക്കെ നശിപ്പിക്കുന്നുണ്ടോ? കുരുമുളക് വള്ളി എല്ലാം കളയുന്നുണ്ടല്ലേ? കുരുമുളക് എല്ലാം പൊട്ടിച്ചളയാ. പിന്നെ വന്യമൃഗം പറഞ്ഞാൽ ഇപ്പോൾ പുലിയാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടല്ലേ? ആന ഈ ഭാഗത്തേക്ക് വരുന്നുണ്ടോ? ആന നമ്മളെ ഈ ഭാഗം ഇറക്കായതുകൊണ്ട് ആനയ്ക്ക് ഇറങ്ങി വരാൻ അത്രയ്ക്ക് സുഖമല്ല, അതുകൊണ്ട് ആനേൻ്റെ ശല്യം കുറവാണ്. അതെ, അതിൽ മൊത്തത്തിൽ ഇപ്പോൾ ഈ ഒരു ഉരുൾപൊട്ടലിന് ശേഷം നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ പുലി വരുന്നത് നമ്മുടെ സ്ഥലത്ത് കൂടെ അല്ല, നടു റോട്ടിൽ കൂടെ തന്നെ നടന്നു വരും അല്ലേ? ആൾക്കാരില്ലല്ലോ അല്ലേ? അപ്പോൾ പിന്നെ നമ്മളെന്താ ചെയ്യുക? ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ഫോറസ്റ്റ് കൂട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിന് എന്താണെന്ന് അറിയാം. കൂട് ഇവിടുന്ന് എത്ര ദൂരം വെച്ചേക്കുന്നത്? ഇവിടുന്ന് ഒരു 200-300 മീറ്റർ ഉള്ളൂ. അല്ലേ? അതെ. കൂട്ടി കയറുന്നുള്ള പ്രതീക്ഷ ഉണ്ടോ? പക്ഷെ ഇത് ഒന്നിൽ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. ഒന്നിൽ കൂടുതലുണ്ട്. പക്ഷെ ഒരു വട്ടം ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ 3 മാസം ഗ്യാപ്പൊക്കെ ഇട്ടിട്ടാണ് വരുന്നത്. അതാ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരെയും പറഞ്ഞിട്ട് കൂട് വെച്ചിട്ടും കാര്യമില്ല എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസം മറ്റൊരു വീഡിയോ ഉണ്ടായിരുന്നു, 2-3 പുലിയൊക്കെ ഒരുമിച്ച് നടക്കുന്നത്. അത് ഇതിൻ്റെ അടുത്തുള്ള പ്രദേശത്ത് തന്നെയാണോ? അത് ഇവിടെ അടുത്ത് തന്നെയാണ്, പക്ഷേ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. അതെ, ഇവിടെ 1-2 പുലികൾ മാറുന്നുണ്ട് തോന്നുന്നുണ്ട്. ഫസ്റ്റ് വന്നതിന് ഇത്ര ശരീരം സൈസ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വന്നത് കുറച്ച് അത്യാവശ്യം നല്ല ഉഷാറുള്ള പുലിയാണ്. ഇപ്പോൾ ഫോറസ്റ്റുകാർ എന്താ പറഞ്ഞത്? കൂട് വെച്ച് പിടിക്കാനുള്ള ശ്രമം നടത്താൻ വേണ്ടി ഫോറസ്റ്റുകാർ അങ്ങനെയാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. കൂട് വെച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം. പിന്നെ ഓരോ നൈറ്റ് റൗണ്ട്സ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇടയ്ക്കൊക്കെ ഇതിൽ പെട്രോളിംഗ് ടീം പോകുന്നുണ്ട്. ഈ ക്യാമറ വെച്ചാൽ അല്ലാതെ അതിന് മുന്നേ എന്തെങ്കിലും വണ്ടി കൊണ്ട് വരുമ്പോഴൊക്കെ നേരിട്ട് കാണുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഇത് വെളിച്ചം കാണുമ്പോഴത്തേക്കും മാറിപ്പോകുന്നതാണ്. അതെ, അങ്ങനെ നേരിട്ട് കണ്ടിട്ടില്ല. ഇല്ല.
ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി ക്യാമറ വെച്ചാൽ അല്ലേ? അതെ, നായ്ക്കളെ കിട്ടുന്നു, ചങ്ങലടക്കം പോകുന്നു, അങ്ങനെയൊക്കെയുള്ള അവസ്ഥ ഉണ്ടായിരുന്നു. വിട്ട് കഴിയുമ്പോൾ നമ്മളൊരു ഒച്ച മാത്രമേ കേൾക്കുന്നുള്ളൂ. പക്ഷേ നമ്മളെന്താ വിചാരിക്കുക, എന്തോ പിടിച്ചിട്ട് പോയി എന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത്. പക്ഷെ ഇത് വെച്ചതിൻ്റെ ശേഷമാണ് നമുക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായതല്ലേ? എങ്ങനെ നായ്ക്കൾ മിസ്സാണെന്ന് എനിക്ക്. അപ്പോൾ ഒന്നിനും വളർത്താൻ പറ്റാത്ത അവസ്ഥയിലാണ്. അതെ അതെ. പുറത്തിറങ്ങാൻ തന്നെ ഈറ്റുങ്ങളെ കൊണ്ട് പറ്റുന്നില്ല. ഇവിടെ വീട്ടിൽ പിള്ളേരൊക്കെ ഉണ്ടോ? ആ, പിള്ളേരുണ്ട് അല്ലേ? അപ്പോൾ അവരെ പിള്ളേർ എവിടെയാണ് പഠിക്കുന്നത്? ഇവിടുന്ന് മൗണ്ട് അബോറിലാണ് പഠിക്കുന്നത്. അവിടുന്ന് അപ്പോൾ എന്നും കൂട്ടിക്കൊണ്ട് വരും? അതെ അതെ, ബസ്സുണ്ട്, പിന്നെ അവിടെ നമ്മൾ കൂട്ടിക്കൊണ്ട് വരും അല്ലേ? പക്ഷേ ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ പോയതുകൊണ്ട് അവർക്കൊരു ഇതായിരിക്കും അല്ലേ? അതെ, എന്താ ചെയ്യുക, പിന്നെ നമ്മൾ ഉപജീവനമാർഗ്ഗം സത്യം സ്ഥലവും കാര്യങ്ങളൊക്കെ അല്ലേ? അങ്ങോട്ട് പോകാൻ എല്ലാം 10-30-40 അല്ലേ നമ്മളിവിടെ. പക്ഷെ ഇതുവരെ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. ചേട്ടൻ ജനിച്ച വളർന്നൊക്കെ ഇവിടെ തന്നെയാണ്. അതെ, ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം. അന്ന് പിന്നെ ആൾക്കാരുണ്ടായിരുന്നു, ഇപ്പോൾ ആൾ കുറവാണ്. ആളില്ലാത്തതുകൊണ്ടല്ലേ പ്രശ്നം. എല്ലാം സ്വൈര്യവിഹാരം നടത്തിക്കൊണ്ടിരിക്കുക അല്ലേ? മൃഗങ്ങളെ ശല്യം. നമ്മളിപ്പോൾ കണ്ട വിഷ്വലിലുള്ള പുലി കയറി വന്നത് ഈ റൂട്ടിൽ കൂടെ തന്നെയാണ് വന്നിട്ട് ഈ ഒരു ഗേറ്റിലൂടെ നടന്നാണ് ഈ ചേട്ടൻ്റെ അവരുടെ വീടിൻ്റെ മുറ്റത്തേക്ക് പോയത് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ആലോചിച്ച് പോകണം, ഇതേപോലെ ഒരു റൂട്ടിൽ കൂടെ തന്നെയാണ് ഇത് വന്നത്, അല്ലാതെ പറമ്പിൽ കൂടെ ഒന്നുമല്ല വന്നത്. അപ്പം അതായത് ഈ പ്രദേശമൊക്കെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും എല്ലാ വന്യജീവികൾക്കും വരാനായിട്ട് വളരെ എളുപ്പമായി മാറിയിരിക്കുകയാണ്. നമ്മളിനി ഇങ്ങോട്ട് നമ്മൾ വന്ന വഴിയൊന്ന് നമ്മൾ ഇതിൻ്റെ അകത്ത് കാണിച്ചു തരും കേട്ടോ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ വീട്ടിൽ നിന്ന് ഞങ്ങളിപ്പോൾ ഇത്രയും ദൂരം, അതായത് ചൂരൽമല ടൗണിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ആ ഒരു റൂട്ടാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം എങ്ങനെ ഇരിക്കുന്നതെന്നുള്ള. അപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഇവിടെയൊക്കെ ഈ ഒരു വഴിക്ക് നമ്മൾ ഈ വഴിക്കാണ് ആ വീട്ടിലേക്ക് പോയത്. ഇവിടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ താഴെയൊക്കെ കാണാം വീടുകളും കാര്യങ്ങളൊക്കെ കാണാം. പക്ഷേ ഇവിടെ മിക്ക വീടുകളിലും താമസമൊന്നുമില്ല. ഇതിലെയൊക്കെ ഇവിടം വരെയൊക്കെ ഉരുളുപൊട്ടിയതിൻ്റെ വെള്ളമൊക്കെ ഒലിച്ചു വന്നാണ്. നമ്മളിപ്പോൾ ഇനി അതിൻ്റെ ഉരുളുപൊട്ടി വന്നതിൻ്റെ കുറച്ചുകൂടെ അടുത്തുള്ള ദൃശ്യങ്ങൾ നമ്മൾ കാണിച്ചു തരാം കേട്ടോ. ഈ കെട്ടിടത്തോ ഈ കാണുന്നത് ഇവിടുത്തെ വില്ലേജ് ഓഫീസായിരുന്നു, അതായത് ചൂരൽമല വില്ലേജ് ഓഫീസായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ ഒന്നുമില്ല കേട്ടോ. അത് കെട്ടിടമൊക്കെ ഇവിടം വരെയൊക്കെ ഉരുൾ പൊട്ടി ഇങ്ങനെ വന്ന് ഇവിടെ മൊത്തം ചെളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഈ റോഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പണിത് ഇതാക്കി കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഇവിടെയൊക്കെ ഇതൊക്കെ മുങ്ങിപ്പോയതാട്ടോ. ഇവിടെ ഉള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ വീടുകളും ചെളി കയറിയൊക്കെ മുങ്ങിപ്പോയതാണ്. ഇതൊക്കെ ഇതിൻ്റെ ഏറ്റവും താഴെയുള്ള പോർഷനാണ്, അതായത് ചൂരൽമല ഉരുൾപൊട്ടലിൻ്റെ ഏറ്റവും താഴെയുള്ള പ്രദേശത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്കിവിടെ അവിടുന്ന് കുറച്ച് മാറിയിട്ടുള്ള 200 മീറ്റർ മാറിയിട്ടുള്ള പ്രദേശത്താണ് ഇവിടെ കൂട് വെച്ചിരിക്കുന്ന രംഗം നിങ്ങൾക്ക് കാണാം. ഇതാണ് കൂട് വെച്ചിരിക്കുന്നത്. കൂട് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വരും ദിവസങ്ങളിൽ പുലി കൂട്ടി കയറുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം, ഇതൊക്കെ ഉരുളുപൊട്ടി വന്ന പ്രദേശങ്ങളാണ് കേട്ടോ. അവിടെയൊക്കെ ചെളിയും ഒക്കെ കൂടി കിടക്കുന്ന കാണാം. ഈ വീടുകളൊക്കെ ഇതുപോലെ ചെളി കയറി പോയതാണ്. ഇതൊക്കെ നമ്മളിപ്പോൾ കണ്ട ആ വീടിൻ്റെ പരിസരത്തുള്ള, അല്ലെങ്കിൽ ആ പോകുന്ന വഴിക്ക് കണ്ട വീടുകളാണ് കേട്ടോ. നമുക്കിവിടെ കാണാം, ഇതൊക്കെ ഉരുളുപൊട്ടി വന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഈ വീടുകളൊക്കെ നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ പോയതൊക്കെ നമ്മൾ നേരിട്ട് ഇവിടെ വന്നൊക്കെ കണ്ടാണ്. രക്ഷാപ്രവർത്തനം നടക്കുന്ന വിഷ്വലൊക്കെ നമ്മൾ കണ്ടതാണ്. ആ സ്ഥലമാണ് ഇതൊക്കെ. ഈ വീടൊക്കെ ഇപ്പോൾ നമുക്ക് ഈ വീടൊക്കെ കാണാം, അതൊക്കെ മണ്ണ് മൂടി കിടക്കുന്നത് കാണാം. ഇതൊക്കെ ഒഴിഞ്ഞൊഴിഞ്ഞ് പോയ വീടുകളാണ്. ഇതുപോലെ ഇഷ്ടംപോലെ വീടുകൾ കിടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഒരു പാലം പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാലത്തിൻ്റെ രംഗമാണ് നിങ്ങൾ കാണുന്നത്. അതുപോലെ ഇപ്പുറത്തെ സൈഡിലോട്ട് നോക്കിയാൽ ഇവിടെയും ഇതേപോലെ തന്നെ കാണാം കേട്ടോ. ഒത്തിരി വീടുകൾ ഒഴിഞ്ഞു പോയതും ഇപ്പോൾ ആളുകൾ പോകാത്തതും ഒക്കെ അങ്ങനത്തെ വീടുകളൊക്കെ കാണാം നമുക്ക്. ഇതൊക്കെ ഈ കാണുന്നതൊക്കെ ഉരുളുപൊട്ടി വന്ന വഴികളും തോടിൻ്റെ സൈഡുകളൊക്കെയാണ്. ഈ കാണുന്ന വീടുകൾ കംപ്ലീറ്റ് ഒഴിഞ്ഞു പോയ വീടുകളാണ് കേട്ടോ. ഒന്നും ആളുകളൊന്നും താമസമില്ല ഇപ്പോൾ ഇവിടെ. ഒരു സത്യം പറഞ്ഞാൽ ഒരു എന്താ പറയുക, ആളുകളൊന്നും ഇല്ലാണ്ട് വളരെ വിജനമായി ഇപ്പോൾ കിടക്കുവാണ് ഈ പ്രദേശമൊക്കെ. അപ്പം അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങൾക്കൊക്കെ ഇങ്ങോട്ട് വരാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ. ഈ കാണുന്നതാണ് ബെയിലി പാലം എന്ന് പറയുന്നത്. ഇതാണ് ചൂരൽമല സ്കൂളും മറ്റുമൊക്കെ. അങ്ങ് മുകളിൽ നിന്നാണ് ഈ ഉരുളുപൊട്ടെല്ലാം വന്നത്. ഉരുളുപൊട്ടി പോയതിൻ്റെ ഇപ്പോഴത്തെ ഒരു ദൃശ്യങ്ങളാണ്. കുറേ കല്ലും കാര്യങ്ങളൊക്കെ ഇതുണ്ട്. ഇതേപോലത്തെ ഉരുളം കല്ലുകളാണ് വന്നത് കംപ്ലീറ്റ്. ഈ കല്ലുകളൊക്കെ
പുഴയിൽ നിന്ന് നീക്കം ചെയ്ത് വന്നതാണ്. അപ്പോൾ നമ്മളങ്ങനെ മേപ്പാടി ചൂരൽമല പ്രദേശത്തു നിന്നാണ് നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ബേലിപ്പാലമാണ്. ഇതൊക്കെ നമ്മൾ 2 വർഷം മുന്നേ നമ്മുടെ ചാനലിൽ കൂടെ തന്നെ നമ്മൾ ഈ പ്രദേശങ്ങളൊക്കെ അന്ന് ലൈവായിട്ട് ആ ദുരന്തം നടന്ന സമയത്തൊക്കെ നമ്മൾ കാണിച്ചതാണ്, നമ്മളിതെല്ലാം കണ്ടതാണ്. ഇനി അതിനെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. വലിയൊരു ദുരന്തം നടന്നു പോയ ഒരു പ്രദേശമാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്തു നിന്നുള്ളൊരു പ്രദേശം, അതായത് വില്ലേജ് റോട്ടിൽ നിന്നാണ് നമ്മൾ നേരത്തെ ആ വീട്ടിലും കാര്യങ്ങളൊക്കെ പോയത്. അവരുടെ പട്ടിയെയാണ് പുലി പിടിച്ചുകൊണ്ട് പോകുന്ന രംഗമൊക്കെ കണ്ടത്. ഒന്നിലധികം പുലി ഉണ്ടെന്നാണ് അവർ പറയുന്നത്. CCTV വിഷ്വൽ കിട്ടിയതുകൊണ്ടാണ് ഇപ്പോൾ അത് പുലിയാണെന്ന് അവർ തിരിച്ചറിഞ്ഞത്. ഏതായാലും ഇത്തരത്തിൽ ഇങ്ങനെ ഒരു ദുരന്തം നടന്ന് ഒത്തിരി ആളുകൾ ഈ നാട്ടിൽ നിന്ന് ഒഴിവായി പോയതുകൊണ്ട് ഒത്തിരി ആളുകൾ മരിച്ചുപോയി, ഒത്തിരി ആളുകൾ ഇവിടുന്ന് ഒഴിവായിപ്പോയി. സ്വാഭാവികമായിട്ടും ഈ പ്രദേശം ഇപ്പോൾ ഇവിടെ ബാക്കിയുള്ള ആളുകളൊക്കെ ഒറ്റപ്പെട്ട ഒരു ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങളൊക്കെ യഥേഷ്ടം നാട്ടിലേക്ക് ഇങ്ങനെ ഇറങ്ങി പോരുകയാണ്. പുലിയായിട്ടും ആനയായിട്ടും കടുവയായിട്ടും മറ്റ് ജീവികളായിട്ടും ഒക്കെ. അപ്പോൾ അങ്ങനെ ആളുകൾ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വളർത്തുമൃഗങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും. ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല, പല സംഭവങ്ങൾ ഇതിനു മുന്നേ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കാട്ടാന എത്തി കൃഷി നശിപ്പിക്കുന്ന സംഭവം മറ്റൊരു സൈഡിൽ. ഏതായാലും വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ് ചൂരൽമലയിലെ ജനങ്ങൾ പോകുന്നത് കേട്ടോ. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നമുക്ക് വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു.